ഹായ് ഓൾ, നമ്മളിന്ന് സ്പോർട്സ് നാഷണൽ ഗെയിംസ്, അതായത് ഓരോ രാജ്യങ്ങളുടെയും നാഷണൽ ഗെയിംസ് കോഡിലൂടെ പഠിക്കുകയാണ്. അപ്പോൾ ഓരോ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ UN അംഗീകരിച്ച രാജ്യങ്ങളുടെ എണ്ണം 193 അങ്ങനെ 193 രാജ്യങ്ങളുടെയും നാഷണൽ ഗെയിംസ് നമ്മൾ പഠിക്കുന്നില്ല. നമ്മൾ ആവശ്യമായിട്ടുള്ള, ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ മാത്രമാണ് പഠിക്കുന്നത്. അത് കോഡിലൂടെ നമ്മൾ മാക്സിമം നിങ്ങളുടെ മൈൻഡിലോട്ട് എത്തിക്കുകയാണ്. ക്ലിയർ ആണല്ലോ? സോ നമ്മൾ സ്പോർട്സ് നമ്പർ ഓഫ് പ്ലേയേഴ്സ് എന്ന് പറഞ്ഞ ക്ലാസ് നമ്മൾ ചെയ്തിരുന്നു. ഇപ്പോൾ സ്പോർട്സ് സിലബസിലെ പ്രധാനപ്പെട്ട 2 ടോപ്പിക്കുകളാണ് ഈ നമ്പർ ഓഫ് പ്ലേയേഴ്സ്, നാഷണൽ ഗെയിംസ് ഒക്കെ. അതൊക്കെ പലപ്പോഴായിട്ടും ചോദ്യങ്ങൾ വരാറുണ്ട്. സോ അത് കൃത്യമായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഓൾറെഡി ഒരു നമ്പർ ഓഫ് പ്ലേയേഴ്സിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതുകൂടി നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഇറ്റ്സ് മീ മുഹമ്മദ് ഫാരിസ്. വെൽക്കം ടു സ്പെക്ട്രം. സോ ഇവിടെ കായികം, രാജ്യങ്ങൾ എന്ന് പറയുന്ന ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. സോ ആദ്യം നമ്മൾ നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യ നമ്മളെങ്ങനെ കണക്ട് ചെയ്യുന്നത്? ഹോക്കി നമുക്ക് അറിയുന്ന കാര്യമാണ്. ഹോക്കി ഇന്ത്യയുടെ ദേശീയ കായിക ഇനമെന്ന് അറിയുന്നതാണ്. അപ്പോൾ ഹോക്കി ഇന്ത്യ അല്ലേ? അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാണ്. എങ്ങനെ കണക്ട് ചെയ്യുന്നത്? ഈ ഹോക്കിയിലെ കീ എടുത്തു. കീ ഉണ്ടായാലും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് അകത്ത് കടക്കാൻ പറ്റുള്ളൂ അല്ലെ? കീ ഉണ്ടായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അകത്ത് കടക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞ അകത്ത്. സോ ഹോക്കി എന്താണ്? ഇന്ത്യയുടെ ദേശീയ കായിക ഇനമാണ്. മറ്റൊരു രാജ്യമാണ് പാകിസ്ഥാൻ. ഓക്കെ, ഹോക്കി കായിക ഇനമായിട്ടുള്ള, ദേശീയ കായികമായിട്ടുള്ള മറ്റൊരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹോക്കി കീ ഇൻ അല്ലെ? കീ ഇൻ. അപ്പോൾ ഹോക്കി ഏത് രാജ്യത്തിന്റെ ദേശീയ കായിക ഇനമാണ്? ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും. ഇനി ക്രിക്കറ്റ് ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ജമൈക്ക. ഓക്കെ, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ജമൈക്ക എന്നാണ് ഈ രാജ്യങ്ങളുടെ ദേശീയ കായിക ഇനമാണ് ഈ ക്രിക്കറ്റ് എന്ന് പറയുന്നത്. ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ജമൈക്ക, മറ്റ് ബർമൂഡ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെയും രാജ്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളത് പറയുന്നില്ല. പറഞ്ഞിരിക്കുക ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ജമൈക്ക തുടങ്ങിയ രാജ്യങ്ങളുടെ ദേശീയ കായിക ഇനമാണ് ക്രിക്കറ്റ്. ഇനി ഫുട്ബോളും നമ്മൾ പ്രത്യേകിച്ച് കോഡൊന്നും പറയുന്നില്ല. ഫുട്ബോളൊന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഫ്രാൻസ്, ഇറ്റലി, ഇസ്രായേൽ, പോളണ്ട്. ഇനി ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഫ്രാൻസ്, ഇറ്റലി, ഇസ്രായേൽ, പോളണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മൊത്തം നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പ്രധാനപ്പെട്ട രാജ്യങ്ങളായിട്ടുള്ള ഫ്രാൻസ്, ഇറ്റലി, ഇസ്രായേൽ, പോളണ്ട്, ഇതൊക്കെ ഈ ഫുട്ബോളും ദേശീയ കായികമായിട്ടുള്ള രാജ്യങ്ങളാണ്. അടുത്ത ടേബിൾ ടെന്നീസ് എന്താണ്? ചൈനയുടെ ദേശീയ കായിക ഇനമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ചൈന എന്നുള്ളത് ചീന അല്ലെങ്കിൽ ചേന എന്നൊക്കെ കരുതുക. ചൈന എന്നുള്ളത് ചേന എന്ന് കരുതുക. ചേന എവിടെ വെച്ചിട്ടുള്ളത്? ടേബിളിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് കണക്ട് ചെയ്യാൻ പറ്റും? ചൈന ടേബിൾ ടെന്നീസ്. അപ്പൊ ചൈന എന്നുള്ളത് ചേന എന്ന് നിങ്ങൾ മൈൻഡിൽ എടുക്കുക. അപ്പൊ ചേന എവിടെ വെച്ചിട്ടുള്ളത്? ടേബിളിലാണ് വെച്ചിട്ടുള്ളത് അല്ലെ? അപ്പൊ ചേന ടേബിൾ ടെന്നീസ്. അപ്പോൾ ചൈനയുടെ ദേശീയ കായിക ഇനമാണ് ടേബിൾ ടെന്നീസ്. ഈ ടേബിൾ ടെന്നീസിന് ചൈനയിൽ പറയുന്ന പേരാണ് പിങ് പോങ്. ഒരു തവണ ചോദിച്ചിട്ടുണ്ട്, പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ടേബിൾ ടെന്നീസ് ആണ്. പിങ് പോങ് എന്നറിയപ്പെടുന്ന ദേശീയ കായിക ഇനമാണ് ഈ ചൈനയുടെ ദേശീയ കായിക ഇനമായിട്ടുള്ള ടേബിൾ ടെന്നീസ്. ഇനി ബേസ്ബോൾ പ്രധാനമായിട്ടും ക്യൂബ, അമേരിക്ക, വെനസ്വേല. ഓക്കെ, ക്യൂബ, അമേരിക്ക, വെനസ്വേല. ഓക്കെ, ഇപ്പൊ ക്യൂബ നമുക്ക് നമ്മളെ ചെറിയ ക്ലാസ്സുകളൊക്കെ ബേസിക് ആയിട്ട് കുട്ടികളെ എന്ത് പഠിപ്പിക്കും? ക്യൂബ് പഠിപ്പിക്കും അല്ലെ? ചെറിയ ക്ലാസ്സുകളൊക്കെ ബേസിക് ആയിട്ട് എന്ത് പഠിപ്പിക്കും? ക്യൂബ് നമ്മൾ പഠിപ്പിക്കും. അപ്പൊ അങ്ങനെ ബേസിക് ക്യൂബ. ചെറിയ ക്ലാസ്സുകളൊക്കെ നമ്മൾ കുട്ടികളെ ബേസിക് ആയിട്ട് എന്ത് പഠിപ്പിക്കും? ക്യൂബ് പഠിപ്പിക്കും. അപ്പോൾ ബേസ് ക്യൂബ. ഓക്കെ, ഇനി അമേരിക്ക നിങ്ങൾ എന്ത് ചെയ്യുക? അമ്മ എന്ന് കരുതുക. അമ്മ എന്താണ്? വീടിന്റെ ബേസ് ആണ് അല്ലെ? വീടിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്ന ആരാണ്? അമ്മയാണ്. സോ അമ്മ എന്താണ്? വീടിന്റെ ബേസ് ആണ് അല്ലെ? അടിസ്ഥാനമാണ്. സോ ബേസ് അമേരിക്ക അമ്മ എന്ന് കരുതുക. ക്ലിയർ ആണല്ലോ? മറ്റൊരു രാജ്യമാണ് വെനസ്വേല എന്ന് പറയാം. ഇനി ഗുസ്തിയുടെ ഇംഗ്ലീഷ് ആണ് റെസ്ലിംഗ് എന്ന് പറയുന്നത് അല്ലെ? റെസ്ലിംഗ് എന്ന് പറയുന്നതാണ് ഗുസ്തിയുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. സോ റെസ്ലിംഗ്. ഇറാൻ അല്ലെ? ഇറാൻ നമ്മൾ എന്താണ്? ഇറാനിലെ റാൻ എന്ന് എടുക്കുക. റാൻ എന്ന് പറഞ്ഞാൽ ഓടുക. ഓടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം? കുറച്ച് റെസ്റ്റ് വേണം അല്ലെ? അപ്പൊ റെസ്ലിംഗിന് റെസ്റ്റ് എടുക്കുക.
ഓടിക്കഴിഞ്ഞ് നമുക്ക് എന്ത് വേണം? റെസ്റ്റ് വേണം. സോ ഇറാന്റെ ദേശീയ കായിക ഇനമാണ് ഗുസ്തിയായിട്ടുള്ള റെസ്ലിംഗ്. ഓക്കെ, ജപ്പാൻ സുമോ. ഓക്കെ, ജപ്പാനിലെ ഒരു പ്രത്യേകതരം ഗുസ്തിയാണ് സുമോ. ഓക്കെ, അപ്പോൾ എന്താണ്? പാനിലാണ് സമൂസ വെച്ച് അങ്ങനെ ചിന്തിച്ചാലും മതി. സുമോ എന്താണ്? ജപ്പാന്റെ പ്രത്യേകതരം ഗുസ്തി ആണ്. അപ്പോൾ അതുകൊണ്ട് അതും ഗുസ്തിയിൽ പെടുന്ന ഒരു ഇനമായതുകൊണ്ടാണ് ഞാൻ അത് അവിടെ ഉൾപ്പെടുത്തിയത്. സുമോ എന്നാണ് അറിയപ്പെടുക. തുർക്കിയിൽ ഗുസ്തി തന്നെയാണ്. തുർക്കിയിൽ എന്താണ്? ഗുസ്തി തന്നെയാണ് എന്ന് പറയുന്നത് ദേശീയ കായിക ഇനം എന്ന് പറയുന്നത്. ഇനി ബാഡ്മിന്റൺ. ബാഡ്മിന്റൺ എന്തിനെയാണ്? ഇന്തോനേഷ്യയാണ്. ബാഡ്മിന്റൺ ഇന്തോനേഷ്യയുടെയാണ്. അത് നിങ്ങൾ അതിനെ പഠിച്ചു വെക്കുക. ബാഡ്മിന്റൺ എന്താണ്? ഇന്തോനേഷ്യയുടെ കായിക ഇനമാണ്, ദേശീയ കായിക ഇനമാണ്. വോളിബോൾ ശ്രീലങ്ക. ഇപ്പോൾ ശ്രീലങ്ക എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? സ്ത്രീ എന്ന് കൺസിഡർ ചെയ്യുക. ശ്രീലങ്ക എന്നുള്ളത് സ്ത്രീ എന്ന് കൺസിഡർ ചെയ്യുക. സ്ത്രീകൾ എന്താ ഉണ്ടാക്കും? ബോളിയൊക്കെ എന്തുണ്ടാക്കും? അടുക്കളയിൽ ഉണ്ടാക്കും. സ്ത്രീകൾ ബോളിയൊക്കെ അടുക്കളയിൽ ഉണ്ടാക്കും. അപ്പോൾ എന്ത് കണക്ട് ചെയ്യുക? ശ്രീലങ്ക വോളിബോൾ എന്ന് കണക്ട് ചെയ്യുക. ശ്രീലങ്ക വോളിബോൾ. ഇനി റഗ്ബി പ്രധാനമായിട്ടും 2 രാജ്യങ്ങളുടെയാണ്, ന്യൂസിലൻഡും നമീബിയ. ഈ 2 രാജ്യങ്ങളുടെ ദേശീയ കായിക ഇനമാണ് റഗ്ബി. അതിന് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. റഗ്ബി ന്യൂസിലൻഡ്, നമീബിയ തുടങ്ങിയ രാജ്യങ്ങളുടെ ദേശീയ കായിക ഇനമാണ് റഗ്ബി. ഗോൾഫ് സ്കോട്ട്ലൻഡിന്റെയാണ്. ഓക്കെ, അപ്പൊ അതിനെ കണക്ട് ചെയ്യാൻ പറ്റും. ഗോൾഫ് സ്കോട്ട്ലൻഡിന്റെയാണ് അല്ലെ. സ്കോട്ട്ലൻഡിനെയാണ് ഗോൾഫ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഗൾഫ് എന്ന് വരുമ്പോൾ സ്കോച്ച് കൊണ്ടുവരുമെന്ന് ചിന്തിച്ചാൽ മതി. ഓക്കെ, ഇപ്പൊ ഗൾഫ് എന്ന് വരുമ്പോൾ സ്കോട്ട് അല്ലെ, സ്കോട്ട് എന്നുള്ളത് സ്കോച്ച് എന്ന് ചിന്തിക്കുക. ഓക്കെ, സ്കോട്ട് എന്നുള്ളത് സ്കോച്ച് എന്ന് ചിന്തിക്കുക. അപ്പൊ ഗൾഫ് എന്ന് വരുമ്പോൾ സ്കോച്ച് കൊണ്ടുവരും എന്ന് ചിന്തിക്കുക. അപ്പോൾ ഗോൾഫ് ആരുടെയാണ്? സ്കോട്ട്ലൻഡ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ ദേശീയ കായിക ഇനമാണ്. ഓക്കെ, ഈ നെക്സ്റ്റ് കബഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ വലിയ ബംഗ്ലാവിൽ എന്തുണ്ടാവും? കബഡി നിരത്തിലുണ്ടാവും. ഓക്കെ, കബഡി നിരത്തുന്ന പരിപാടി വലിയ ബംഗ്ലാവിലൊക്കെ പണ്ടുണ്ടാവും. അപ്പൊ കബഡി ബംഗ്ലാവ് എന്നുള്ളത് ബംഗ്ലാദേശ് എന്ന് കണക്ട് ചെയ്യുക. അപ്പൊ പണ്ടൊക്കെ വലിയ ബംഗ്ലാവിൽ എന്തുണ്ടാവും? കബഡി നിരത്തിലുണ്ടാവും. സോ കബഡി ബംഗ്ലാദേശ് എന്ന് കണക്ട് ചെയ്യുക. ഇനി അമ്പെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഭൂട്ടാന്റെയാണ്. അപ്പോൾ അമ്പും വില്ലും എന്ന് കണക്ട് ചെയ്യുക. അമ്പെയ്ത്തിന് അമ്പ് വില്ല് ആണല്ലോ. അമ്പ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിൽ വില്ലുണ്ടാവും. അപ്പോൾ അമ്പിൽ നിന്നും വില്ല് വിട്ടപ്പോൾ വില്ല് എന്താണ്? ഭൂ എന്ന് പറഞ്ഞിട്ട് പോയിന്ന് ചിന്തിക്കുക. അമ്പിൽ നിന്നും വില്ല് വിട്ടപ്പോൾ അത് ഭൂ എന്ന് പറഞ്ഞുകൊണ്ട് പോയിന്ന് ചിന്തിക്കുക. സോ അമ്പെയ്ത്ത് ഏത് രാജ്യത്തിന്റെ കായിക ഇനമാണ്? ഭൂട്ടാന്റെ ദേശീയ കായിക ഇനമാണ്. അമ്പെയ്ത്ത് അമ്പിൽ നിന്ന് വില്ല് വിട്ടപ്പോൾ ഭൂ എന്ന് പറഞ്ഞുകൊണ്ട് പോയിന്ന് ചിന്തിക്കുക. പിന്നെ ഭാരദോഹനം എന്ന് പറഞ്ഞാൽ വെയിറ്റ് ലിഫ്റ്റിംഗ് അല്ലെ. അപ്പോൾ ഈ ജിമ്മിൽ പോകുന്നവരൊക്കെ അറിയുന്നുണ്ടാവും. അവര് ബൾക്കാവ എന്ന് പറയും അല്ലെ. ഒന്ന് ബൾക്കായ നല്ലതാണെന്നൊക്കെ പറയും. ജിമ്മിൽ പോകുന്നവർക്ക് അറിയുന്നുണ്ടാവും. സോ ജിമ്മിൽ പോലെ, അതായത് ജിമ്മിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ബൾക്കാവ എന്നുള്ളത് നിങ്ങൾ എന്ത് ചിന്തിക്കുക? ബൾഗേറിയ എന്ന് ചിന്തിക്കുക. അപ്പോൾ വെയിറ്റ് ലിഫ്റ്റിംഗ് നടത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബൾക്കാവും. അപ്പോൾ ഭാരദോഹനം ബൾഗേറിയ. ഇനി വാട്ടർ പോളോ ഹംഗറി അല്ലെ. നമ്മൾ ഹംഗറിയിലെ ഹങ്കർ എന്ന് പറഞ്ഞ ദാഹം അല്ലെ. ഹങ്കർ എന്ന് പറഞ്ഞ ദാഹം. അപ്പോൾ ഹങ്കർ ആയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? വെള്ളം കുടിക്കും അല്ലെ. അപ്പോൾ വാട്ടർ പോളോ ഹംഗറി. ഓക്കെ, ദാഹിച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിക്കും. അപ്പോൾ വാട്ടർ പോളോ ഹംഗറിയുടെയാണ്. ഐസ് ഹോക്കി ചെക്ക് റിപ്പബ്ലിക്, റഷ്യയിലെ ബാൻഡി എന്നാണ്. ഓക്കെ, ബാൻഡി. റഷ്യയിലെ ഐസ് ഹോക്കി നമ്മൾ ബാൻഡി എന്ന് പറയും. അപ്പോൾ ഐസ് ഹോക്കി ചെക്ക് റിപ്പബ്ലിക്, അതുപോലെ ബാൻഡി. ഓക്കെ, നിങ്ങൾ എന്താ ചിന്തിക്കുക? ഈ ഐസ് ഹോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐസ് ഹോക്കിയുടെ മറ്റൊരു ടൈപ്പാണ് ബാൻഡി എന്ന് പറയുന്നത്. റഷ്യയുടെ ദേശീയ കായിക ഇനമാണ്. അപ്പൊ എങ്ങനെ ചിന്തിക്കാൻ പറ്റും? ഈ ബാൻഡി എന്നുള്ള ബ്രാൻഡി എന്നാക്കുക. ഓക്കെ, ബ്രാൻഡി. ഇപ്പൊ ബ്രാൻഡി കുടിക്കാൻ പോയപ്പോൾ ഭയങ്കര റഷാണ്. അപ്പോൾ ബാൻഡി റഷ്യ. ഓക്കെ, ബ്രാൻഡി എന്നുള്ളത് ബാൻഡി എന്നാക്കുക, റഷ്യ എന്നുള്ളത് റഷ്യ എന്നാക്കുക. ക്ലിയർ ആണല്ലോ. ഇനി സെപക് ത്രോ മലേഷ്യയുടെ ഒരു ടൈപ്പ് ഓഫ് പ്ലേ ആണ്. അപ്പോൾ എന്ത് ചിന്തിക്കുക? സെപക് ത്രോ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക? എവിടേക്കാ ത്രോ ചെയ്ത്? മലയിലോട്ടാണ് ത്രോ ചെയ്യുന്നത് ചിന്തിക്കുക. സെപക് ത്രോ മലയിലോട്ട്. ത്രോ എങ്ങോട്ടാണ്? മലയിലോട്ടാണ് എറിഞ്ഞത് അല്ലെ. നമ്മൾ വെറുതെ മലയിലോട്ട് കല്ലെറിയാന്ന് ചിന്തിക്കുക. അപ്പോൾ സെപക് ത്രോ മലേഷ്യ. തൈക്കോണ്ടോ അല്ലെ.
ആ ഭാഷയിൽ തന്നെ ഉണ്ട്. നമ്മൾ ഈ സൗത്ത് കൊറിയയുടെ പോലെ ഹോ ഹോ എന്ന് പറയുന്ന പോലെ തൈക്കോണ്ടോ അല്ലെ, ഏത് രാജ്യത്തിന്റെയാണ്? സൗത്ത് കൊറിയയുടെ ദേശീയ കായികമാണ് തൈക്കോണ്ടോ എന്ന് പറയുന്നത്. ഇനി ഡാൻറ്റിബിയോ നേപ്പാളാണ്. ഡാൻറ്റിബിയോ നേപ്പാളിന്റെയാണ്. ഡാൻറ്റിബിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ടൈപ്പ് ഓഫ് വോളിബോൾ ആണ്, അത് നേപ്പാളിന്റെയാണ്. ഇനി കാപ്പൈറോ എന്ന് പറയുമ്പോൾ കപ്പ എന്ന് കാപ്പൈറോ എന്നുള്ളത് എന്ത് കണക്ട് ചെയ്യുക? കപ്പ എന്ന് കണക്ട് ചെയ്യുക. കപ്പ ഏത് രാജ്യത്തിന്റെയാണ്? കപ്പയുടെ മറ്റൊരു പേരെന്താണ്? മരച്ചീനി എന്നാണ് അല്ലെ. അപ്പൊ മരച്ചീനിയുടെ ജന്മദേശം എവിടെയാണ്? ബ്രസീലാണ്. ബ്രസീലാണ്. സോ ബ്രസീലിന്റെ ദേശീയ കായികമാണ് കാപ്പൈറോ. നമ്മൾ ഫുട്ബോൾ ആണ് ബ്രസീലിന്റെ ദേശീയ കായികം എന്ന് ചിന്തിക്കും, പക്ഷേ എന്താണ് കാപ്പൈറോ എന്ന് പറയുന്ന ഗെയിമാണ്. അപ്പോൾ കാപ്പൈറോ അതിന് നമ്മൾ കപ്പ എന്ന് എടുക്കുക. കപ്പയുടെ മറ്റൊരു പേരാണ് മരച്ചീനിയുടെ ജന്മദേശം എവിടെയാണ്? ബ്രസീലാണ്. സോ കാപ്പൈറോ ബ്രസീൽ. ഇനി കാനഡയ്ക്ക് ആക്ച്വലി 2 ദേശീയ കായികമുണ്ട്. അത് വിന്ററിൽ ഐസ് ഹോക്കിയാണ്. കാനഡക്ക് വിന്ററിൽ അതായത് ഈ തണുപ്പ് കാലത്ത് കാനഡയുടെ ദേശീയ കായിക ഇനം ഐസ് ഹോക്കിയാണ്. എന്നാൽ സമ്മറിൽ ലാക്രോസ് ആണ്. അപ്പൊ കാനഡക്ക് 2 ഗെയിംസ് ഉണ്ട്. വിന്ററിൽ ഐസ് ഹോക്കിയാണ്, ദെൻ സമ്മറിൽ ലാക്രോസ് ആണ്. ക്ലിയർ ആണല്ലോ. അല്ല, സെർബിയക്കാണെങ്കിൽ 2ൽ കൂടുതൽ ദേശീയ കായിക ഇനങ്ങളുണ്ട്. ഫുട്ബോള്, ബാസ്കറ്റ്ബോള്, വോളിബോള്, വാട്ടർ പോളോ, ഇതൊക്കെ സെർബിയയുടെ ദേശീയ കായിക ഇനമാണ്. ഫുട്ബോള്, ബാസ്കറ്റ്ബോള്, വോളിബോള്, വാട്ടർ പോളോ. ദെൻ സ്വിറ്റ്സർലാൻഡ് ആണെങ്കിൽ ഷൂട്ടിംഗ്, ജിംനാസ്റ്റിക്സ്. ഈ 2 കായിക ഇനമുണ്ട്. സ്വിറ്റ്സർലാൻഡിന്റെ ദേശീയ കായിക ഇനമാണ് ഷൂട്ടിങ്ങും ജിംനാസ്റ്റിക്സും. ക്ലിയർ ആണല്ലോ. അപ്പോൾ കാനഡയ്ക്ക് 2 എണ്ണം ഉണ്ട്. വിന്ററിൽ ഐസ് ഹോക്കി, ദെൻ സമ്മറിൽ ലാക്രോസ്. സെർബിയക്ക് ഫുട്ബോള്, ബാസ്കറ്റ്ബോള്, വോളിബോള്, വാട്ടർ പോളോ. ക്ലിയർ ആണല്ലോ. ദെൻ സ്വിറ്റ്സർലാൻഡിലാണെങ്കിൽ ഷൂട്ടിങ്ങും ജിംനാസ്റ്റിക്സുമാണ് ദേശീയ കായിക ഇനങ്ങൾ. സോ നമ്മൾ ഇത്രയും രാജ്യങ്ങളെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് പറ്റാവുന്ന രീതിയിൽ ഞാൻ കോഡ് വെച്ച് പറഞ്ഞു തരുന്നുണ്ട്. അത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. സോ നമുക്കിനി ഒരു PYക്ക് നോക്കാം. ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? നമുക്കറിയാം, ഇതിപ്പോ നമ്മൾ കോഡ് പഠിച്ചില്ലെങ്കിലും അറിയാം, ഹോക്കിയാണ് അല്ലെ. ഹോക്കിയാണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം. മറ്റൊരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് അല്ലെ. പാകിസ്ഥാന്റെ ദേശീയ കായിക വിനോദമാണ് ഏത്? നമ്മുടെ ഹോക്കി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. സോ ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ റീസെന്റ് ആയിട്ട് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കുക, പലപ്പോഴൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന ഒരു ചോദ്യമാണ് ഈ കായിക വിനോദങ്ങളെ കുറിച്ചിട്ട്. ക്ലിയർ ആണല്ലോ. അപ്പോൾ അത് നമ്മൾ കോഡ് വെച്ച് പഠിച്ചിട്ടുണ്ട്. ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ നല്ല കോഡുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലിന്റെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.